എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഇന്ന് ഞാൻ ബ്യൂട്ടി ടിപ്സും കുക്കിംഗ് ഒന്നല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോട്ടിവേഷൻ ഇട്ടപ്പോൾ നിങ്ങൾക്ക് അത് ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ ചാനൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശീലങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് അത് ദുശീലമായി മാറുക. അപ്പോൾ ഒരു ആൺകുട്ടിയുടെ അവസ്ഥ, അവരൊരു അനുഭവം, അതൊന്ന് നമുക്ക് പോയിട്ട് കേട്ടുകൊണ്ട് വന്നാലോ. ഇന്നലെ നന്നായി മദ്യപിച്ചതുകൊണ്ട് നന്നായി ഉറങ്ങി. അപ്പോഴാണ് പുലർച്ചെ എന്നവണ്ണം സ്വപ്നം കടന്നു വന്നത്. അമ്മ ചായ കൊണ്ടുവരുന്നതായിരുന്നു സ്വപ്നത്തിൻ്റെ തുടക്കം. അമ്മ വിളിച്ചിട്ട് ഞാൻ അനങ്ങുന്നുണ്ടായിരുന്നില്ല എന്നതായിരുന്നു. പെട്ടെന്ന് എൻ്റെ അമ്മ നിലവിളിച്ച് വാവിട്ട് കരയുന്നു. അമ്മ ശരീരമമർത്തി വിളിച്ചിട്ടും ഞാൻ ഉണരുന്നില്ലായിരുന്നു. അയൽവക്കമുള്ള ചേട്ടന്മാരൊക്കെ ഓടിയെത്തുന്നു, വിളിക്കുന്നു. അവരെന്നെയും എടുത്ത് എവിടേക്കോ ഓടുന്നു. ആരോ കയ്യിൽ പിടിച്ച് പറയുന്നു, വൈകിപ്പോയെന്നോ മറ്റോ. ദൈവമേ, ഇപ്പം എന്താ ചെയ്യുക എന്ന അയൽവീട്ടിലെ ബാബുവേട്ടൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. സുഖമില്ലായിരുന്നു, നന്നായി മദ്യപിക്കും, ഇവൻ മരിച്ചതറിഞ്ഞാൽ ആ സ്ത്രീ ചങ്ക് പൊട്ടി മരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സാറേ, ഇന്നൊരു നാൾ ബോഡി മോർച്ചറിയിൽ വെക്കണം. ആരും വരാനുള്ളത് കൊണ്ടല്ല, ഇവൻ്റെ അമ്മയെ അറിയിക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഒരപേക്ഷയാണ്. ശരിയാണ്, അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഈ ലോകത്ത് അമ്മയെ അറിയിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം മോർച്ചറിയിൽ കിടന്ന ആൾ ഞാനായിരിക്കും. ഇല്ല, അമ്മയെ വിഷമിപ്പിച്ചുകൂടാ. ഇനി കുടിക്കില്ല. പക്ഷേ സ്വപ്നത്തോടൊപ്പം എൻ്റെ ശരീരവും തണുക്കുന്നത് എന്താണ്? ദൈവമേ, എനിക്കെന്തേ ഉണരാൻ പറ്റാത്തത്? അമ്മയുടെ നിലവിളിയിൽ ഉണരാനാവാത്ത എന്ത് സ്വപ്നമാണുള്ളത്? മരിച്ചിരിക്കുന്നു ഞാൻ. കാലം ഇത്രയും ഇനി കുടിക്കുന്നില്ലെന്ന് പറയാൻ ഇനി അമ്മയ്ക്ക് ഇനി നീയില്ല. ചിലതൊക്കെ തിരുത്താൻ ഒരവസരത്തിന് ആഗ്രഹിച്ചു പോകുന്ന വാക്കാണ് ഇത്. സ്വപ്നമെങ്കിലും ആയിരുന്നെന്ന്. അതെ, ചിലതൊക്കെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുമ്പോഴേക്കും വൈകിപ്പോകും. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ലോകത്തേക്ക്. അതാണ് ജീവിതം. ശരിയല്ലേ? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? നമുക്ക് എന്തെങ്കിലും ചെറിയ ദുശീലങ്ങളുണ്ടെങ്കിൽ നമ്മളത് നാളെ മാറ്റാം, നാളെ നന്നാവാമെന്ന് വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ നാളെ മാറ്റാനൊരവസരം നമുക്ക് ഉണ്ടാവില്ല. ആ ദുശീലം കൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറയും. അപ്പം അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ. പിന്നെ എൻ്റെ പ്രേക്ഷകർക്കും എന്നെ ചേർത്ത് പിടിച്ചവർക്കൊന്നും ഒരു ദുശീലമല്ല കേട്ടോ. ഞാനിങ്ങനെ കോമൺ ആയിട്ട് പറയുമ്പോൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരോടും മൊത്തത്തിൽ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ എൻ്റെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഇനി പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.